നമ്മളിൽ മിക്കവാറും ആളുകൾ മൊബൈൽ ഫോണുമായിട്ട് രാത്രി ഉറങ്ങാൻ നേരത്ത് ബെഡ്റൂമിലേക്ക് പോകുന്ന ആളുകളായിരിക്കും. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന്, ഈ മൊബൈൽ ഫോണിൻ്റെ ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ തലച്ചോറിനൊരു കൺഫ്യൂഷൻ, ഇത് ഡേ ടൈം ആണോ അല്ല നൈറ്റ് ടൈം ആണോ. അതുകൊണ്ട് തന്നെ മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ റിലീസ് ആവില്ല, പ്രോപ്പർ സ്ലീപ്പ് കിട്ടില്ല, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഇൻസോംനിയ ഉണ്ടാവും. എന്ന് മാത്രമല്ല, നമ്മൾ ആ കണ്ട റീലും ന്യൂസും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഇങ്ങനെ ചുറ്റിക്കളിക്കും. ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഫാറ്റീഗ് ആയിരിക്കും, എന്താ പറയുക, ഒരു ക്ഷീണമായിരിക്കും. അപ്പോൾ അത് ഫിസിക്കൽ ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്തിനെയും ബാധിക്കുന്നുണ്ട്. അതിലൊക്കെ അപ്പുറം ഞാൻ നോട്ടീസ് ചെയ്ത മറ്റൊരു സംഭവം, കുടുംബജീവിതത്തിൽ ഈ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നു, ഭർത്താവ് അവിടെ ഇൻസ്റ്റാഗ്രാം കളിക്കുന്നു, ഭാര്യ ഇവിടെ വാട്സപ്പ് കളിക്കുന്നു. അങ്ങനെ പരസ്പരം കമ്മ്യൂണിക്കേഷൻ, ഒരു കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ഭാര്യയും ഭർത്താവും സംസാരിച്ചിരിക്കണം. കുട്ടികളൊക്കെ ഉറങ്ങിയിട്ട് ശരിക്കും ഒരു ഫ്രൂട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ട ഒരു സമയമാണല്ലോ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കാതെ കുടുംബജീവിതത്തിൽ ഒരു ഛിന്ന ഭിന്നമാവുന്ന ഒരു ഘടകം കൂടി ഇത്തരം മൊബൈൽ ഫോണിനെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവും. ഏറ്റവും നല്ലത് ഉറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഈ സാധനം പുറത്തെവിടെയെങ്കിലും കുത്തി വെച്ചിട്ട് വരും. ഇത് അടുത്തുണ്ടാകും, നമ്മൾ എടുത്തു നോക്കുമല്ലോ. പുറത്തൊന്ന് കുത്തി വെച്ചിട്ട് വന്നിട്ട് ബെഡ്റൂമിലേക്ക് കയറിയാൽ നല്ല ഉറക്കം കിട്ടും, ഫിസിക്കൽ ഹെൽത്തും കിട്ടും, മെൻ്റൽ ഹെൽത്തും കിട്ടും, അടിപൊളി ഫാമിലി ലൈഫും കിട്ടുന്നുണ്ട് അഭിപ്രായം.